നിങ്ങൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ സ്പോട്ടിഫൈ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സ്പോട്ടിഫൈയിൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഒന്ന് ഫോളോ ചെയ്തിടുകയാണെങ്കിൽ എനിക്ക് ഉപകാരമായിരിക്കും. നിങ്ങൾക്കും നമ്മൾ മുമ്പ് ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ തരം കണ്ടന്റും പല ചാനലുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. മൈക്കിളപ്പൻ മലയാളികളോട് ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് 4 വർഷം പൂർത്തിയാവുകയാണ്. 2022 മാർച്ച് മാസം 3-ാം തീയതിയാണ് മൈക്കിളപ്പൻ മലയാള ചലച്ചിത്ര ലോകത്ത് അവതരിക്കുന്നത്. ഭീഷ്മപർവം റിലീസാവുന്നത്. അമൽ നീരദൊരുക്കിയ ഭീഷ്മപർവം. ഈ സിനിമ കാണുന്നതിനൊരു വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഞാൻ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ആ ക്ലാസിക് പടം ഏരീസ് പ്ലെക്സിൽ പോയി കാണുന്നത്. അതിൻ്റെ റീസ്റ്റോർഡ് വേർഷൻ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു റിലീസ് ഉണ്ടായിരുന്നു. കാണാനൊരു ആകാംക്ഷ തോന്നി, അങ്ങനെ പോയി കണ്ടു. ആ സിനിമ കണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം ഭീഷ്മപർവം കാണുമ്പോൾ എൻ്റെ മോനെ എങ്ങനെയാണ് അവർ ഗോഡ് ഫാദറിനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചതെന്ന് ആലോചിച്ചിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. ഗോഡ് ഫാദർ എന്ന് ഞാൻ പറയുമ്പോൾ മലയാളം ഗോഡ് ഫാദർ അല്ല, അങ്ങ് ഹോളിവുഡിലെ ഗോഡ് ഫാദർ. ഗാങ്സ്റ്റർ സിനിമകളുടെയൊക്കെ തലതൊട്ടപ്പൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന സിനിമയുടെ തുടക്കം നമ്മുടെ പോളി ചേച്ചിയുടെ ക്യാരക്ടർ വന്ന് മൈക്കിളപ്പനോട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നത്, അവരൊരു തീരുമാനമെടുക്കുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത്, അജാസിൻ്റെ ഒരു റൈസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഗോഡ് ഫാദറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഗോഡ് ഫാദർ കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം ഭീഷ്മപർവം തിയേറ്ററിൽ കാണുമ്പോഴും എനിക്ക് ഭീഷ്മപർവം ഒരു സെപ്പറേറ്റ് സിനിമ തന്നെയായിരുന്നു. അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ പറയുന്ന സന്ദർഭങ്ങളെയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ആ ഒരു പഞ്ചുമൊക്കെ കടം കൊണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഭീഷ്മപർവം നമ്മുടെ സിനിമയായി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിൽ ഗോഡ് ഫാദറിൻ്റെ മാത്രമല്ല, ഭീഷ്മപർവം എന്നുള്ള പേര് തന്നെ ശരശയ്യയിൽ തൻ്റെ മരണം താൻ തീരുമാനിക്കുമ്പോൾ മാത്രം നടക്കുന്ന ആ ശക്തിയുള്ള ഭീഷ്മരായി ആ കഥാപാത്രമായിട്ട് മമ്മൂക്ക വരുന്നു. അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ ശത്രു ആരാണ് എന്ന് പഠിച്ചു തുടങ്ങുന്ന രാജൻ മാധവൻ നായർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് സുദേവ് നായർ വരുന്നു. ഒരുപാട് റെഫറൻസുകൾ ഈ മഹാഭാരതമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന റെഫറൻസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുമ്പോഴും ഭീഷ്മപർവം നമുക്കൊരു പുതിയ അനുഭവമാണ്. അതിൻ്റെ റൈറ്റിങ്ങിലെ ബ്രില്യൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ പറയുന്ന എല്ലാ റെഫറൻസുകളും നിലനിൽക്കുമ്പോഴും നമുക്കിതൊക്കെ വെച്ചുകൊണ്ട് അടുത്തത് ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പ്രവചിച്ച് കാണാൻ, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള ആൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് എന്തായാലും കഥ അറിയാമല്ലോ. അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ പോലും ഭീഷ്മപർവം ഇന്നും ബോറടിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി ഭീഷ്മപർവം കണ്ടു. ആവർത്തിച്ച് കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ആദ്യ കാഴ്ചയിൽ മിസ്സായി പോയിട്ടുള്ളതെന്ന് മനസ്സിലാവുമ്പോൾ ചില പ്രകടനങ്ങൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ എടുത്തു പറയാൻ എന്തേ അന്ന് പറ്റിയില്ല എന്ന് തോന്നിപ്പോയി. അന്ന് ആക്ച്വലി നമ്മളിതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നിട്ടില്ലായിരുന്നു. ഈ ഭീഷ്മപർവവും ഗോഡ് ഫാദറും ഒക്കെ മിക്സ് ചെയ്ത് ഇത്രയും റെഫറൻസുകൾ കൊണ്ടുവരുമ്പോഴും സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കെവിൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. ആ സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് അച്ഛനെയും അമ്മയും അടക്കം ചെയ്ത അത്തരമൊരു ദുരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു മകൻ്റെ പെയിനാണ്. ഇതെല്ലാം കാച്ചി കുറുക്കിയെടുത്ത് നമുക്ക് ഏറ്റവും ഗംഭീരമായ സിനിമ ഒരുക്കി തന്നത് അമൽ നീരദും ദേവദത്ത് ഷാജിയും രവിശങ്കറും RJ മുരുകനും ഒക്കെ ചേർന്നിട്ടാണ്. ആൻഡ് ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ്റി കുടുംബത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അഞ്ഞൂറ്റിയിലെ വർക്കിക്കും അന്നമ്മയ്ക്കും 5 മക്കളാണ്. മൂത്ത ആള് പൈലി, അതിനിളയ ആള് മത്തായി, 3-ാമത്തെ ആളാണ് മൈക്കിൾ, 4-ാമത്തെ ആള് സൈമൺ, 5-ാമത്തെ ആള് സൂസൻ. വർക്കിയുടെ വലങ്കയായി നിന്നിരുന്ന ആളാണ് മജീദിന്റെ മകനാണ് അലി. അഞ്ഞൂറ്റിയിലെ മൂത്തവൻ പൈലി കല്യാണം കഴിച്ചിരുന്നത് ഫാത്തിമയായിരുന്നു. പൈലിയുടെ മരണശേഷം അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം ഫാത്തിമയെ അലിയാണ് വിവാഹം കഴിച്ചത്. അലിക്കും ഫാത്തിമയ്ക്കും കൂടി 2 മക്കളാണ്, അജാസും അമിയും. അജാസിൻ്റെ ഭാര്യയാണ് റസിയ. അഞ്ഞൂറ്റിയിലെ 2-ാമത്തെ ആള് മത്തായി വിവാഹം കഴിച്ചിരിക്കുന്നത് മോളിയാണ്. മോളിയുടെ സഹോദരനാണ് രാഷ്ട്രീയ പ്രവർത്തകനായ TV ജെയിംസ്. മത്തായിക്കും മോളിക്കും 2 ആൺമക്കളാണ്, പീറ്ററും പോളും. പീറ്റർ വിവാഹം കഴിച്ചിരിക്കുന്നത് ജെസ്സിയാണ്. പീറ്ററിൻ്റെയും ജെസ്സിയുടെയും കുട്ടിയുടെ പിറന്നാൾ ആഘോഷമാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. പോളിനൊരു കാമുകിയുണ്ട്. അത് അയാളുടെ ഒരേ കാമുകിയായിരിക്കുമോ എന്ന് ആ കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. എന്തായാലും ആ പെൺകുട്ടിയുടെ പേര് സ്റ്റെഫി എന്നാണ്. മൈക്കിള് വിവാഹം കഴിച്ചിട്ടില്ല. പൈലിച്ചേട്ടനെ കൊന്ന ആൾക്കാരെ എന്ന് വെച്ചാൽ
കോച്ചേരിയിലെ ഇരവി പിള്ളയുടെയും കാർത്തിയായനി അമ്മയുടെയും 2 ആൺമക്കളെ, മാധവനെയും സുധേവനെയും, ഇവരെ 2 പേരെയും കൊന്ന കേസിൽ പൈലി ജയിലിൽ പോയി. പിന്നീട് അപ്പന്റെ മരണശേഷം മൈക്കിളാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മൈക്കിളിന്റെ കൈക്കാരനായിട്ട് ശിവൻകുട്ടിയുണ്ട്, അവിടുത്തെ കണക്കുകൾ നോക്കുന്ന മണിസാറുണ്ട്. പിന്നെ മൈക്കിൾ ഒരിക്കൽ പ്രണയിച്ചിരുന്ന ആലീസ് ഇന്ന് മൈക്കിളിനൊരു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുണ്ട്. അഞ്ഞൂറ്റിയിലെ 4-ാമൻ സൈമണെ അവർ പള്ളിക്ക് വേണ്ടി നേർച്ച നേർന്നതായിരുന്നു. സൈമണച്ചനാണിപ്പോൾ. പക്ഷേ ആളത്ര വെടിപ്പൊന്നുമല്ല. പെണ്ണ് കേസുകളടക്കം പല പ്രശ്നങ്ങളും ഉണ്ട്. തൻ്റെ ചേട്ടൻ മത്തായിയുടെ ഭാര്യ മോളിയുടെ സഹോദരൻ രാഷ്ട്രീയ പ്രവർത്തകനായ MP ആയ TV ജെയിംസിൻ്റെ സഹായത്തോടുകൂടി അയാൾ പെണ്ണ് കേസുകളൊക്കെ ഒതുക്കി തീർത്ത് കാസറ്റുകളൊക്കെ അടിച്ചിറക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇളയവൾ സൂസൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ACP മാർട്ടിനെയാണ്. അയാളൊരു നാഗർകോവിലുകാരനാണ്. സൂസനും മാർട്ടിനും 2 മക്കളാണ്. മൂത്തവൾ റേച്ചൽ, ഇളയവൻ ഏബൽ. ഈ റേച്ചലും ഫാത്തിമ അലി ദമ്പതികളുടെ ഇളയ മകനായിട്ടുള്ള അമീൻ തമ്മിൽ ഇഷ്ടത്തിലാണ്. കോച്ചേരിയിൽ മൈക്കിളപ്പൻ കൊന്നുകളഞ്ഞ ആ 2 പേര് മാധവനും സുധേവനും. അതിൽ മാധവന് അയാളുടെ ഭാര്യ രമയിൽ ഒരു മകനുണ്ടായി, രാജൻ മാധവൻ നായർ. അയാളാണ് ബോംബെ അധോലോകത്തെ ബഡാ രാജൻ എന്നറിയപ്പെടുന്നയാൾ. ഇപ്പോൾ ഒരു റീവാച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നതുകൊണ്ടാണ് അഞ്ഞൂറ്റിയിലെ കുടുംബത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് പറഞ്ഞത്. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പേരുകളൊക്കെ വിളിച്ച ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമൽ നീരദിൻ്റെ മേക്കിംഗ് സ്റ്റൈലാണ്. സ്ലോ മോഷൻ പരിപാടികൾ. മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷന് വേണ്ടി എടുക്കുന്ന സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കുന്നതിന് മുമ്പ് കൈയും വാച്ചും ആ മുടിയും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ആ സ്റ്റൈൽ ഐക്കണെ, മമ്മൂക്ക എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ആ സ്റ്റൈലിൻ്റെ ഒരു പീക്ക് ലെവലിലിട്ട് പിടിക്കുക എന്ന് പറയില്ലേ, അത് അമൽ നീരദ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സമാനതകളില്ലാതെ എന്നൊക്കെ പറയുന്ന പോലെ. അമൽ നീരദ് മമ്മൂക്ക ഒരുമിച്ചപ്പോഴൊക്കെ നമ്മൾ അങ്ങനത്തെ പടങ്ങളാണ് കണ്ടിട്ടുള്ളത്. ബിഗ് ബി മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് എ കൈൻഡ് പരിപാടിയായിരുന്നു. അതിനുശേഷം എത്ര ഷോർട്ട് ഫിലിമുകൾ, എത്ര സിനിമകൾ, ആൾക്കാർ ചുമ്മാ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൽ പോലും ഒരു ബിഗ് ബി വൈബ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ അത്രയും വലിയൊരു വ്യത്യാസം നമുക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു അത്. അതിനുശേഷം ഭീഷ്മപർവ്വത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ, ആ സ്റ്റൈലിനെ, സ്വാഗിനെ, ഡയലോഗ് ഡെലിവറിയിലെ പഞ്ചിനെ ഇങ്ങനെ ഉപയോഗിച്ചൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും വേറെ ഉണ്ടായിട്ടില്ല. ആക്ഷൻ സീക്വൻസുകൾ അതിൽ എടുത്തു വച്ചിരിക്കുന്നത്, അതിൽ ശ്രദ്ധിക്കേണ്ടത് മൈക്കിളപ്പൻ മാർട്ടിനെ ഈ നേവിക്കാരുടെ സ്ഥലത്ത് നിന്ന്, വർക്ക്ഷോപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അജാസിനെ വിളിക്കേണ്ട. അജാസ് വന്നു കഴിഞ്ഞാൽ അത് ഏത് ലെവലിൽ പോകുക എന്നുള്ളത്, അജാസിൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് എവിടെ എത്തും എന്നുള്ളത് മൈക്കിളപ്പൻ അറിയില്ല. പിന്നീടാണത് പറയുന്നത്. അന്ന് അവനെ ഞാനും ശിവൻകുട്ടിയൊക്കെ ചേർന്നിട്ടാണ് ഒന്ന് ഒതുക്കിയത്, ഇനി അവനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്ന പോലെ പറയുന്ന മൈക്കിളപ്പന് അജാസിൻ്റെ ഒരു മൈറ്റി പവർ എന്താണ് എന്ന് പറയുന്ന അങ്ങനെ ബിൽഡ് ചെയ്ത് തുടങ്ങുകയാണത്. സിനിമ ആദ്യത്തെ കാഴ്ചയിൽ കാണുമ്പോൾ ഞാൻ ആ ഡയലോഗ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നേവിക്കാരുടെ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അജാസ് വേണ്ട, അവൻ തുടങ്ങിയാൽ പിന്നെ എന്താവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇത് നമുക്ക് പോയി ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ രീതിയിലാണ് അദ്ദേഹം അതിനെ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ആ ഫൈറ്റ് സീക്വൻസ്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന റോബോട്ടിക് ക്യാമറ, അതിൻ്റെ മൂവ്മെൻറ്റ്, നമ്മൾ പലപ്പോഴും തമാശയായിട്ടൊക്കെ പറയാറുണ്ട് ഈ ഫൈറ്റ് സീക്വൻസുകൾ എടുക്കുമ്പോൾ താരങ്ങളുടെ അടുത്തേക്ക് പോയി ഇടി വാങ്ങുന്ന ഗുണ്ടകളൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. പക്ഷേ ഈ സിനിമയിൽ അത് കാണുമ്പോൾ അങ്ങനെ ഒന്നുമല്ല നമുക്ക് പറയാൻ തോന്നുന്നു. എന്ത് രസമായിട്ടാണോ എടുത്തു വെച്ചേക്കുന്നത്. ആൻഡ് മമ്മൂക്കയുടെ മാത്രമല്ല, ഈ സിനിമയിലെ ഓരോരുത്തരുടെയും, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ആ കോസ്റ്റ്യൂംസ്, സ്റ്റൈലിങ്, അതിലൊക്കെ അവർ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഓരോ ആളിടുന്ന വാച്ച്, അവരുടെ കൂളിംഗ് ഗ്ലാസ്, ഷർട്ടിൻ്റെ ഷേപ്പ്, കളർ കോമ്പിനേഷൻസ്, ഇതിനൊക്കെയും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ ഓരോ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മമ്മൂക്കയും ശ്രീനാഥ് ബാസിയും കൂടി അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ കട്ടൻ ചായ ഇടുന്ന സമയത്ത് കട്ടൻ ചായയുടെ ഒരു ഷോട്ടാണ്. അത് ഭയങ്കര സ്റ്റൈലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കട്ടൻ ചായക്കൊക്കെ ഇത്ര ഭംഗിയോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തൊരു ക്യാമറ ആംഗിൾ വരുന്നത് റൂഫിൽ നിന്ന് താഴേക്ക് നോക്കുന്ന പോലെയാണ്. ക്യാമറ എവിടേക്കാണ് വരുന്നത്, ഏതൊക്കെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണ്. അതിരി ഒരു മേക്കിംഗ്. ആൻഡ് ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും പറയുന്ന ഡയലോഗ്, അവരുടെ എക്സ്പ്രഷൻസ്, ഇതിലൂടെ ഒക്കെ ഈ മൈക്കിളപ്പനെ ഇവർ ഒരു വലിയ ഫിഗറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷൈൻ്റെ ക്യാരക്ടർ പീറ്റർ, മൈക്കിളപ്പനാണെന്നൊന്നും ഞാൻ നോക്കൂല, എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയലോഗ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മൈക്കിളപ്പനെ ഒന്ന് കാണുമ്പോൾ പീറ്ററിൻ്റെ ഒരു നടുക്കമുണ്ട്, അല്ലെങ്കിൽ അയാൾ വിഷയം മാറ്റുന്നൊരു രീതിയുണ്ട്. അവിടെയൊക്കെ മൈക്കിളപ്പൻ ഏത് റേഞ്ചാണെന്ന് പറയുന്നത് ഈവൻ അവരുടെ അപ്പം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ്, മത്തായിച്ചും പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ ഇവർക്കറിയാം. ആ ഫീൽ അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഈവൻ പാസ്റ്റ് പറയുന്ന സീക്വൻസുകൾ എടുത്ത് നോക്കിയാലും വളരെ കുറച്ചേ ഉള്ളൂ. മമ്മൂക്കയുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലെ മഴയത്ത് നിൽക്കുന്ന ഇടിമിന്നൽ
സിഗ്നലിൻ്റെ ലൈറ്റിൽ മാത്രം കാണിക്കുന്ന 1-2 കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ വെച്ച് ഇയാൾ ആരാണെന്ന് കാണിക്കുന്നുണ്ട്. സിനിമ ഇപ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ അവർ ചെയ്തേക്കുന്നത് മുഴുവൻ നോക്കി. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ട്രാവൽ നമുക്കിവിടെ കാണാൻ പറ്റും. മുംബൈ അടക്കമുള്ള പല കാര്യങ്ങളും അവിടെയൊക്കെയും മൈക്കിളപ്പന് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് മാൻ. ചുമ്മാ കൊച്ചിയിൽ 1-2 കൊലക്കേസും പരിപാടികളുമായിട്ട് നിൽക്കുന്ന കാശുള്ളതിൻ്റെ പേരിൽ പവർ കാണിച്ച് നടക്കുന്ന ആളല്ല മൈക്കിളപ്പൻ. അയാൾ അതുക്കും മേലെ പലതും ആണ് എന്ന് പറയുന്ന ആ ഫീൽ അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകടനം, മമ്മൂക്കയുടെ സ്റ്റൈലിനെ സ്വാഗിനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ, അത് തന്നെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ അയാൾ ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന രീതി നമ്മളിലൊരു വെറുപ്പ് ഉണ്ടാക്കുക. അയാൾ മൈക്കിളപ്പൻ്റെ കൂടെ ഈ നേവിക്കാരുടെ വർക്ക്ഷോപ്പിൽ അടി ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് അവിടെയുണ്ട്. മൈക്കിളപ്പൻ അയാളോടും സംസാരിക്കുന്നില്ല. അതായത് നമ്മളൊക്കെ ഒരു ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ അങ്ങോട്ടും നല്ലതാണ്. പക്ഷേ കയ്യിലിരിപ്പ് ഒരു പരിധിക്കപ്പുറം മോശമായി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ സ്വന്തം കുടുംബമാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറയുന്ന മൈക്കിളപ്പൻ്റെ ആറ്റിറ്റ്യൂഡ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. കുറേ സംശയങ്ങളൊക്കെ ശിവൻകുട്ടിയും സൂസനും ഒക്കെ പറയുന്ന സമയത്ത് ഈ സംശയമൊക്കെ നിങ്ങൾ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരാളുടെ എണ്ണം കുറച്ചാൽ മതിയായിരുന്നു, ഇതിപ്പോൾ കുറയ്ക്കേണ്ടവരുടെ എണ്ണം കൂടും. ആ രീതിയിലാണ് മൈക്കിളപ്പൻ ഡീൽ ചെയ്യുന്നത്. അപ്പം മൈക്കിളപ്പനോടും അവരങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ആ ഒരു പെർഫോമൻസ് സാധനം, പിന്നെ വീണ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ കഥാപാത്രത്തിനോട് ചില സമയത്ത് നോക്കുന്ന നോട്ടങ്ങളൊക്കെ ഉണ്ട്. അയാൾ അജാസ് വീട്ടിൽ വന്ന് അയാളെ തല്ലി തോപ്പിച്ച് കഴിയുമ്പോൾ ഈ ഭാര്യയുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കും. അത് ചെറിയൊരു നോട്ടമാണ്, ജസ്റ്റ് ഒരു ഷോട്ടിങ്ങിന് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് നോക്കുന്നു, എന്നിട്ട് കുറ്റബോധം കൊണ്ട് ഇങ്ങനെ മറയുന്നു. ആ നോട്ടത്തിലൊക്കെ ഈ ക്യാരക്ടർ, അയാളുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്, പിന്നെ ഒരു ആൽഫ മെയിൽ ക്യാരക്ടറാണ് ഞാനെന്നൊക്കെ സ്ഥാപിക്കാനുള്ള അയാളുടെ ശ്രമങ്ങൾ, അത് ഭാര്യയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നത്, അങ്ങനെ ക്യാരക്ടേഴ്സിനെ ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നതും ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇവർ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നതും വേറെ റേഞ്ചിലാണ്. സൗബിൻ്റെ ക്യാരക്ടർ, അയാൾ ആദ്യമേ വർക്കി സൂപ്പർ മാർക്കറ്റാണ് കാണിക്കുന്നത്. ഞാൻ വർക്കി സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ജോലിയൊക്കെ കിട്ടുന്ന സമയമായപ്പോഴേക്കും ആ സൂപ്പർ മാർക്കറ്റ് ശൃംഖല തന്നെ ഇല്ലാതായി എന്നാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് കണ്ടിട്ടുള്ള എണ്ണം വെച്ച് കടവന്തര പോയാൽ അവിടെയുണ്ട്, തേവരെ പോയാൽ അവിടെയുണ്ട്, കലൂർ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് തന്നെ അവിടെ തന്നെ 2-3 എണ്ണം ഉണ്ട്. അങ്ങനെ ഒരു വലിയ ശൃംഖല അത് മുഴുവൻ നോക്കി നടത്തുന്ന, അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങി അത് 5-7 എന്തോ ആയി എന്ന് മൈക്കിളപ്പം പറയുമ്പോൾ അയാൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. ഇത്രയും ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണം, ജോലിക്കാരെ നോക്കണം, പിന്നെ സ്ഥാപനങ്ങളാകുമ്പോൾ അവിടെ ഗുണ്ടായിസമായിട്ട് വരുന്ന ആളുകളുണ്ടാകും. ഇവരെ എല്ലാം ഡീൽ ചെയ്ത് അജാസ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അജാസിനെ മൈക്കിളപ്പം പറഞ്ഞതുകൊണ്ടാണ് അവൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം അവൻ അടങ്ങി നിന്നിട്ടുള്ളത്. അങ്ങനെ അടക്കി നിർത്തിയിരിക്കുകയാണ് അജാസിനെ. പക്ഷേ അജാസ് ബേസ്റ്റ് ചെയ്യുമ്പോഴും ഇവൻ ഒറ്റ പൊട്ടിത്തെറിയല്ല, അയാൾ പതുക്കെ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ആ വൈബ്രേഷൻ മാത്രമാണ് 500 തറവാട്ടിൽ കയറി ചെന്ന് പീറ്ററിനെ അയാൾ തല്ലുന്ന സീനിലുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള അയാളുടെ ബ്ലാസ്റ്റ് അത് കൺട്രോൾഡാണ്, അത് മൈക്കിളപ്പം തീരുമാനിക്കുന്ന പോലെയാണ്. അങ്ങനെ ആ ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തൻ്റെ രാഷ്ട്രീയക്കാരൻ കഥാപാത്രം, അയാൾ പറയുന്ന ഡയലോഗ്, തിരുതയും കൊണ്ട് അയാൾ ഡൽഹിയിൽ പോകുന്നത്, മീൻ വെച്ച് കൊടുത്ത് അയാൾ ഉണ്ടാക്കി എന്ന് പറയുന്ന അതിൻ്റെ ഒക്കെ ഇൻറ്റേർണൽ മീനിങ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി പരിപാടിയാണ്. ഞാൻ KPC ലളിതയും നെടുമുടി വേണും ആ ഫ്രെയിം ഞാൻ സിനിമ റീവാച്ച് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ അങ്ങനെ ഒരു ഫ്രെയിമിനി ഉണ്ടാവില്ലല്ലോ, അതിലൊരാൾ പോലും ഇനി ഒരു ഫ്രെയിമിൽ ഉണ്ടാവില്ലല്ലോ. അതെന്തൊരു പവർഫുള്ളായിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു. ലളിതാമ്മ പലതും കേൾക്കുന്നില്ല, എന്താണെന്ന് രണ്ടാമത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങൾക്ക് അവർക്ക് ആദ്യം കിട്ടുന്ന ഉത്തരം രണ്ടാമത് കിട്ടുന്ന ഉത്തരം തമ്മിൽ വേരിയേഷൻസ് ഉണ്ട്. നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വാർദ്ധക്യത്തിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ പോലും അയാളുടെ ഒരു ഉള്ളിക്കിടക്കുന്ന ഈവിൾ സംഭവത്തിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതങ്ങനെ നിൽക്കുമ്പോഴാണ് സുദേവ് കുറേയും കൂടി സ്ട്രോങ്ങർ ആവുന്നത്. സുദേവിൻ്റെ ക്യാരക്ടറിനെ ഈ 2 ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന വിഷം, അതങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി വിഷം കൊടുത്ത് ആ കൊച്ചിനെ ഇങ്ങനെ ആക്കി, എൻഡോസൾഫാൻ കൊടുത്ത് ഇങ്ങനെ ആക്കിയെന്ന്. അപ്പോൾ ആ വിഷത്തിൻ്റെ തീവ്രത ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് സുദേവിൻ്റെ സട്ടിൽ പെർഫോമൻസിൽ പോലും നമുക്ക് ഫീൽ ചെയ്യും. സുദേവ് അത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അയാൾ ബഡാരാജനാണ്, ബോംബെയിൽ നിന്ന് വരികയാണ്. ഈ അച്ഛനെ കൊന്ന ആളാണ് മുന്നിലിരിക്കുന്നത്, അവനെ കൊല്ലാൻ എനിക്ക് വളരെ ഈസിയാണ്, പക്ഷേ അവനെ അങ്ങനെയൊന്നും അല്ല കൊല്ലണ്ടത് എന്ന് പറഞ്ഞ് അവിടെ വന്നിരിക്കുന്ന ആ ആളുടെ, അവന് കൊല്ലാൻ പറ്റുമെന്നുള്ളത് വേറെ കാര്യം, പക്ഷേ അവൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഈ വളർന്നെത്തിയിരിക്കുന്ന ലെവലിന് മൈക്കിളൊന്നും എൻ്റെ ഒരു ഏരയല്ല എന്ന് പറയുന്ന പോലത്തെ ആ ഭാവമുണ്ട്, അതിനെ അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ നാദിയ മൊയ്തു അവരവതരിപ്പിച്ചിരിക്കുന്ന ഫാത്തിമ, ഇളയ മകൻ മരിച്ചു, അമ്മി മരിച്ചു എന്ന് പറയുന്ന കാര്യം അറിയുന്ന സമയത്ത് അജാസ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോവാണ്. ആ വിവരം പറയാൻ വേണ്ടിയിട്ട് വന്ന തൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചിട്ടാണ് അയാൾ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുന്ന അയാളുടെ സങ്കടം. പക്ഷേ ആ സമയത്ത് ഫാത്തിമ തലയ്ക്ക് കൈവച്ചിരിക്കുന്നേ ഉള്ളൂ. കാരണം അവർ പൈലിയുടെ മരണം കണ്ടു, അലിയുടെ മരണം കണ്ടു, വർക്കിച്ചൻ, അവർ സ്വന്തം അച്ഛനെ പോലെ നോക്കിയിരുന്ന വർക്കിച്ചൻ മരിക്കുന്ന കണ്ടു. അങ്ങനെ മരണങ്ങളേറെ കണ്ടു. അവർ മടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ശീലമായിപ്പോയി. എന്നാൽ ഇതിൻ്റെ ആ ഭാരം അവരുടെ ഉള്ളിലുണ്ട്. അവരപ്പോൾ
തലയ്ക്ക് കൈവച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടിക്കരയുക, അലറിക്കരയുക എന്ന് പറയുന്ന പോലത്തെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് അല്ല നമ്മൾ കാണുന്നത്. അതിനുശേഷം അജാസ് അമിയുടെ റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നീ ആയിരുന്നു അവൻ്റെ ഹീറോ എന്ന് പറയുമ്പോൾ അവരതിൽ കാണിക്കുന്നൊരു ഭയങ്കര സിമ്പിൾ എക്സ്പ്രഷൻ ഉണ്ട്. ഒരുപാട് പൊട്ടിക്കരഞ്ഞ് ഒത്തിരി എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്നുള്ള രീതിയിലല്ല. അനസൂയ ഭരദ്വാജ് ചെയ്തിട്ടുള്ള ആലീസ് എന്ന് പറയുന്ന ക്യാരക്ടർ, അവർ മൈക്കിളപ്പൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്നും മൈക്കിളപ്പൻ ഒറ്റയ്ക്കാണ്, അവർക്ക് ആ ഇഷ്ടമുണ്ട്. പക്ഷേ ആ ഇഷ്ടം അന്നത്തെ പോലെ അല്ല ഇന്ന് വർക്ക് ചെയ്യുന്നത്. അതിന് വേറൊരു തലമുണ്ട്. ആ സൗഹൃദാന്തരീക്ഷത്തിന് അവർ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വളരെ കുറച്ച് ഡയലോഗുകളിലൂടെയൊക്കെ ആണെങ്കിലും, ഈ ആലീസ് അഞ്ഞൂറ്റി തറവാട്ടിലേക്ക് വരുന്ന സമയത്ത് മോളി പുറത്ത് നിൽപ്പുണ്ട്. നമ്മുടെ മാല പാർവതിയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് ഞാൻ രണ്ടാം കാഴ്ചയിൽ, ഈ ആദ്യ കാഴ്ചയിൽ ഞാൻ എന്തുകൊണ്ട് അവരെ അത്രയും പുകഴ്ത്തി പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം മോളി ഈ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അവർ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ അന്നത്തെ 8ാം ക്ലാസ്സാണ്, അന്നത്തെ 5ാം ക്ലാസ്സാണെന്ന് പറയുന്ന പോലത്തെ ആ ഒരു വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് അറിയാവുന്ന വാക്കുകൾ അവർ ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്നതിന് പക്ഷേ ഈ പറയുന്ന വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു രീതി ഉണ്ടാവില്ല. ആ രസത്തിൻ്റെ എലമെൻറ്റ് നിൽക്കുമ്പോഴും അവരിലും ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് കിടന്ന് കളിക്കുന്നുണ്ട്. ബേസിക്കലി അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. അവർക്ക് സ്വന്തം വീട്ടിലെ സൈമൺ അച്ഛൻ ഒരു പള്ളിക്കാരനുണ്ട് വീട്ടിൽ എന്നറിയുമ്പോൾ അയാളോട് കാണിക്കുന്ന സ്നേഹം കൂടുതലുണ്ട്. ആൺമക്കളെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഷൂസ് ഇടാതെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന മകൻ, അവളെന്തെങ്കിലും അവനെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പം അവർക്ക് വലിയ കാര്യകാരണങ്ങളോ ബോധങ്ങളോ ഒന്നുമില്ല. പിന്നെ ആ കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് മാലാപാർവതി സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മോളിയും ആലീസും തമ്മിലുള്ളൊരു കോൺവെർസേഷനിൽ എന്തൊക്കെ പറഞ്ഞാലും മൈക്കിൾ എനിക്ക് വെച്ച് തരുന്ന മട്ടൻ ബിരിയാണി പോലെ ആവോ എന്ന് ചോദിക്കുന്നിടത്തൊക്കെ ഈ അവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ബാക്കിയുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നതിനെ അതിൻ്റെ പുറത്ത് കയറി പൊങ്കാലിടുക എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ക്യാരക്ടർ, ഇതൊക്കെയും ഈ പറയുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മൾ ഈ സിനിമയിൽ കണ്ടുപോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ഇവർ കൊടുത്തിട്ടുള്ള ലെയേഴ്സ്, അവരുടെ ഡയലോഗുകൾ, ഇതെല്ലാം മൈക്കിളപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു രീതി, ഇതൊക്കെയും കൊണ്ട് ഗംഭീര റൈറ്റിംഗ് ആണ്. ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇത് ഗംഭീര റൈറ്റിങ്ങിൽ പോയിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് അന്ന് ആ സിനിമ ഇറങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഭീര സൗണ്ടിങ് ആണ്, കിട്ടിലോസ്കി വിഷ്വൽസ് ആണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും. സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പാട്ടുകൾ വലിയ വിജയമായിട്ട് മാറുന്നു, വലിയ ചർച്ചയായിട്ട് മാറുന്നു. സിനിമ ഇറങ്ങിയതിന് ശേഷവും പാട്ടുകൾ വിജയങ്ങളായി തന്നെ തുടരുന്നു. ഇപ്പോഴും പരദീസ എന്ന് പറയുന്ന ട്രാക്ക് കേൾക്കുമ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ആ പാട്ടിങ്ങനെ അറിയാതെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പ്ലേ ആയി തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്, ഒരു വൈബുണ്ട്. അതുപോലെ ഡയലോഗുകൾ, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. അതായത് സിനിമയ്ക്ക് പോകുന്നവരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്നാണ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. അത് പിന്നീട് ദുൽഖറിൻ്റെ സിനിമ റിലീസാവുന്ന സമയത്തും പണ്ടൊരാൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പോപ്പുലർ ആയിട്ടുള്ള, ഞാൻ ഈവൻ എൻ്റെ റിവ്യൂവിലും പറഞ്ഞൊരു ഡയലോഗായിരുന്നു അത്. നമുക്ക് ആ പറഞ്ഞത് വെറുതെ അല്ല, അങ്ങനെ കാണാനുള്ളതുണ്ട് സിനിമ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിന് വലിയ മൂല്യം തരുന്ന സിനിമയാണ്. സിനിമ റിലീസായതിനു ശേഷം ഏറ്റവും വലിയ ഹിറ്റായി മാറുന്ന ഡയലോഗ് ചാമ്പിക്കോ എന്നുള്ളതാണ്. ആ ചാമ്പിക്കോ ഏത് റേഞ്ച് വരെ പോയി എന്നറിയോ? മലയാളം പോലും അറിയാത്ത ആളുകൾ വരെ അവരുടെ ഷോർട്സിലും റീൽസിലും ഒക്കെ ഉപയോഗിച്ചിട്ട്, ഈവൻ നമ്മുടെ പൊളിറ്റിക്കൽ നേതാക്കന്മാർ, മന്ത്രിമാർ എല്ലാവരും ഈ ചാമ്പിക്കോ എന്നുള്ള വാക്ക് അത്രയധികം ഉപയോഗിച്ചു. സിനിമയിൽ അതൊരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പാണ് ചാമ്പിക്കോ എന്ന് പറയുന്ന ഡയലോഗ് പറയുന്നത്. പക്ഷേ അത് അങ്ങനെ അല്ലാത്ത ഒരുപാട് സെനാരിയോസിൽ പലരായിട്ട് ഉപയോഗിച്ച് വലിയ ഹിറ്റായിട്ട് മാറി. ഒറ്റ വാക്കല്ലേ ഉള്ളൂ, അത് അത്രയും വലിയ വിജയമായിട്ട് മാറി. ആൻഡ് ആ സിനിമയിലാണ് ഞാൻ കുറേ വാക്കുകളുടെ അല്ലെങ്കിൽ വാചകങ്ങളുടെ അർത്ഥമൊക്കെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ പഞ്ഞിക്കിടുക എന്ന് പറയുന്നൊരു ഡയലോഗ്, ഇത് കൊച്ചിയിൽ നമ്മൾ സ്ഥിരം പറയുന്നതാണ്, മര്യാദക്കല്ല് പഞ്ഞിക്കിട്ടുള്ളത് തന്നെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പഞ്ഞിക്കിടുക എന്ന് പറയുന്നത് ഇടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് അതിൻ്റെ റീസൺ ഉള്ളത് സിനിമയിലാണ് പറയുന്നത്. കൊച്ചിയിൽ പഞ്ഞിക്കിടുക എന്ന് പറയുന്നത് തീരത്തെടുക്കുന്ന ബോട്ട് അത് തീര ഭിത്തിയിലൊന്നും തട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടി പഞ്ഞി വെച്ച് അടിക്കും. അടിച്ചടിച്ച് പഞ്ഞി ഏതാ തടി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അടിക്കും. അതാണ് പഞ്ഞിക്കിടുക എന്ന് പറയുന്നത്. സിനിമ കാണുന്ന സമയത്ത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. പിന്നെ മൈക്കിളപ്പന് ഈ ജാതി മത പരിപാടികളോ അല്ലെങ്കിൽ അതിലൊന്നും അല്ല മൈക്കിളപ്പൻ വർക്ക് ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യനെ കാണുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വന്നിട്ടുണ്ട്. അയാൾ സ്വന്തം കുടുംബക്കാരോട് കാണിക്കുന്ന കാർക്കശ്യം, ആ കുടുംബത്തിലുള്ള ഓരോ ആൾക്കാരും അവർ ജനിച്ചു വീണിട്ടുള്ള പ്രിവിലേജിനെ മനസ്സിലാക്കാതെ മറ്റു മനുഷ്യരെക്കാൾ മുകളിലാണെന്ന് ചിന്തിക്കുകയും അവരുടെ ആ ഒരു പ്രമാദിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു നിലയിലാണ്. കിട്ടിയിട്ടുള്ള ഒരു പൈസയ്ക്കും കണക്ക് വെക്കാത്തവരാണ് ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും. കാരണം അപ്പനുണ്ടാക്കി വെച്ചിട്ടുള്ള സ്വത്തുക്കളാണ്. അത് കഴിഞ്ഞ്
മൈക്കിളപ്പൻ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച തറവാട്ടിൻ്റെ വളർച്ചയാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും കൂടി ചെമ്മീൻ കെട്ട് നടത്തിയതും സിനിമ നടത്തിയതും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്ന്. ഈ സിനിമ നടക്കുന്ന ആ കാലഘട്ടം, കഥ നടക്കുന്ന കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയ തുക നഷ്ടം വരുത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്രയും വലിയ ആസ്തിയുള്ളൊരു കുടുംബം, അവിടെ കർക്കശക്കാരനായിട്ടുള്ളൊരു തലയില്ലെങ്കിൽ വാലെല്ലാം മറ്റുപോകുന്നൊരവസ്ഥയാവും എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് മൈക്കിളപ്പൻ കുറേ കൂടി കർക്കശക്കാരനാവുന്നത്. പക്ഷേ അലിക്കയുടെ മക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ ഫാത്തിമയുടെ മക്കൾ വരുന്ന സമയത്ത് കുറേ കൂടി സോഫ്റ്റായി അതിനെ ഡീൽ ചെയ്യുന്ന, എല്ലാം മര്യാദയ്ക്കാണെങ്കിൽ മൈക്കിളപ്പനും എല്ലാവരോടും മര്യാദയ്ക്കും സ്നേഹത്തിലും ഒക്കെയാണ്. ആ മൈക്കിളപ്പൻ മലയാളികളുടെ മുന്നിൽ വന്നിട്ടാണ് 4 വർഷം കംപ്ലീറ്റ് ആവുന്നത്. ഈ മൈക്കിളപ്പന് ശേഷം അമൽനീരദും മമ്മൂക്കയും ഒരിക്കൽ കൂടി ഒരുമിക്കോ? എനിക്ക് ബിലാൽ കാണണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും പറയും ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് വരുന്നു, ബിലാൽ വരുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ബിഗ് ബി അവിടെ നിൽക്കട്ടെ, അതങ്ങനെ അൺടച്ച്ഡ് ആയിട്ട് അവിടെ നിൽക്കട്ടെ, അതാണ് സാധനം. അതിനെ ടച്ച് ചെയ്യാനൊരു മുതൽ വേറെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഭീഷ്മപർവ്വത്തിന് മുകളിൽ ഭീഷ്മപർവ്വത്തിൻ്റെ സെക്കൻഡ് പാർട്ടൊന്നും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമൽനീരദിൻ്റെ മറ്റൊരു മമ്മൂക്കയെ അങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സിനിമ, അദ്ദേഹം പല തരത്തിലുള്ള തൻ്റെ അഭിനയത്തിനെ തന്നെ തേച്ച് മിനുക്കുന്ന അത്രയും ഗംഭീരമായ കഥാപാത്രങ്ങൾ തേടി അലയാണ്. അക്കൂട്ടത്തിലേക്ക് അതിനിടയിൽ ഒരു ഹെവി സ്റ്റൈലിഷ് പടം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഭീഷ്മപർവ്വം നിങ്ങൾ എവിടെ വേണമെങ്കിലും സ്ക്രീൻഷോട്ട്, നിങ്ങളൊരു മമ്മൂക്ക ഫാനാണെന്നുണ്ടെങ്കിൽ ഭീഷ്മപർവ്വത്തിൻ്റെ ഒരു 4K പ്രിൻ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മതി. ആജീവനാന്തം വാൾപേപ്പർ അടിക്കാനുള്ളത് അതിൻ്റെ അകത്തുണ്ട്. അത്രയും സ്ക്രീൻഷോട്ടുകൾ മമ്മൂക്കേനെ എവിടെ നിർത്തി എങ്ങനെ എടുത്താലും അതൊരു വാൾപേപ്പർ അടിക്കാനുള്ളതുണ്ട്. അതുപോലെ മമ്മൂക്കയെ സ്റ്റൈലിഷായി അവതരിപ്പിക്കുന്ന ഒരു പടം കൂടി അമൽനീരദിൻ്റേതായിട്ട് സംഭവിക്കുമോ എന്നൊരു ചോദ്യം മുന്നിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഭീഷ്മപർവ്വം എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ആ സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ട്, ആ റൈറ്റിങ്ങിൻ്റെ ബ്രില്യൻസും ഉണ്ട്. എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ, ഈ അടുത്തെപ്പോഴെങ്കിലും റീവാച്ച് ചെയ്തപ്പോൾ എന്താ ഫീൽ ചെയ്ത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ ശരി.